ഐഡിയലി ഇപ്പം റിലയൻസ് തന്നെ ഞാൻ എടുക്കുന്നു ആസ് ആൻ എക്സാമ്പിൾ, ജസ്റ്റ് ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ. ഇത് പറയുമ്പോൾ 2-3 ടെക്നിക്കൽ ഇതുകൂടെ പറയാം ഞാൻ യൂസ് ചെയ്തത്. ഇത് പക്ഷേ പ്ലീസ് നിങ്ങളുടെ റിസർച്ച് ചെയ്യാതെ ഈ കാണുന്ന ആളുകൾ ഇത് യൂസ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യുക. ഒന്ന് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറയും. ഓക്കെ. ഞാൻ ഡെയിലി ചാർട്ട് നോക്കും. ശരി. ഡെയിലി ചാർട്ടിൽ എന്തൊക്കെയാണ് നോക്കും? ഒന്ന് പിവോട്ട് ലൈൻസ്. ഫൈൻ. ഓക്കെ. പിവോട്ട് പോയിന്റ്സ് ആണല്ലേ? പിവോട്ട് പോയിന്റ്സ്. ഫൈൻ. നമ്മൾ ചാർട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ലൈൻസ് ആയിട്ട് വരും. അതെ. ആ പിവോട്ട് ലൈനിന്റെ അടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ പിവോട്ട് ലൈൻസ് ഡെയിലി ചാർട്ടിൽ പ്ലസ് VWAP, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഓക്കെ. ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ. ഡെയിലി ചാർട്ടിൽ VWAP വരില്ല. ഈസ് എ ഡേ ട്രേഡിംഗ് ടൂൾ. ഓക്കെ. അപ്പൊ ഈ സ്മാർട്ട് മണിയുടെ മൂവ്മെന്റ് ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് VWAP കൊണ്ടിട്ടാണ്. ഓക്കെ. ഡെയിലി ചാർട്ടിൽ ആങ്കേർഡ് VWAP എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. VWAPനെ നമ്മളൊരു പാസ്റ്റ് ഒരു ഡേറ്റ് കൊണ്ട് ആങ്കർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സീരീസ് തുടങ്ങുമ്പോൾ ഇപ്പോൾ ട്യൂസ്ഡേ എക്സ്പയറി, വെനസ്ഡേ ഓഫ് ദി ഫോളോയിങ് വെനസ്ഡേ ഈ VWAPനെ കൊണ്ട് ആങ്കർ ചെയ്യും. അപ്പോൾ അത് ഡെയിലി ചാർട്ടിൽ വരും. വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഓക്കെ. ഈ സ്മാർട്ട് മണി FIIs DIIs ഒക്കെ മേടിക്കുന്നതും വിൽക്കുന്നതും ഈ VWAP അവർ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന ഒരു ഇൻഡെക്സ് ആണ് VWAP. അപ്പോൾ VWAP യൂസ് ചെയ്യും. രണ്ടാമത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് RSI ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSI എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 55 മേളിലാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ്, 45 താഴെയാണെന്നുണ്ടെങ്കിൽ ബെയറിഷ്, 45 to 55 നോ ട്രേഡ്സ്. ഓക്കെ. അത് 20 താഴെ വന്നു കഴിഞ്ഞാൽ ഓവർ ബോട്ട്, 80 ഓവർ സോൾഡ്, 80 മേളിൽ പോയാൽ ഓവർ ബോട്ട്. ഇതാണ് RSI. ഞാൻ കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് RSI. അപ്പം ബുള്ളിഷ് ആണെങ്കിൽ 2 കാര്യം എനിക്ക് മീറ്റ് ചെയ്യണം. ഒന്ന്, ആങ്കേർഡ് VWAPന്റെ മേളിൽ ട്രേഡ് ചെയ്യണം. പ്ലസ് RSI മസ്റ്റ് ബി അബോവ് 50-55. മൂന്നാമത് ADX. ADX എബോവ് 20 ആണെങ്കിലേ അത് ബുള്ളിഷ് ആയിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ. ഈ അനലൈസ് നമ്മൾ ചെയ്യും ഡെയിലി. ടെക്നിക്കൽ അനാലിസിസിൽ വരുന്ന ഇത് ഞാൻ അനലൈസ് ചെയ്ത് വെക്കും. അത് ഡെയിലി ചാർട്ടിൽ പ്ലസ് 15 മിനിറ്റ്സ് ചാർട്ട്. 15 മിനിറ്റ്സ് ചാർട്ടും ഡെയിലി ചാർട്ടിലും ഒരേ സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് പ്രൈസ് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് 15 മിനിറ്റ്സ് ചാർട്ടിൽ VWAP, പ്രൈസ് VWAPന്റെ മേളിലായിരിക്കണം ബുള്ളിഷ് ആകാനായിട്ട്. RSI 55ന്റെ മേളിലായിരിക്കണം. ADX എബോവ് 20 ആയിരിക്കണം. അപ്പം എനിക്ക് എൻ്റെ ഒരു ഗസ് ഇറ്റ് മേ ഗോ. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഫൈനലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ്സ് ചാർട്ടിൽ ഒന്നുകൂടെ നോക്കും. 5 മിനിറ്റ്സിലെ പ്രൈസ് ആക്ഷൻ ഇത് തന്നെ നോക്കും. ശരി. എന്നിട്ട് ആക്ച്വലി ഇവിടെയാണ് സൈക്കോളജിയുടെ ഒരു ഇത് വരുന്നത്. അത്രയേറെ പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ അലൈൻമെന്റ് കിട്ടൂല. അതാണ് ഒരു ഇഷ്യൂ വരുന്നത്. ഓക്കെ. എങ്ങനെയെങ്കിലും അത് ഞാൻ ഒരു സ്ക്രീനേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സ്ക്രീനേഴ്സിൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷെയർസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ എനിക്കൊരു ഫീല് കിട്ടി, ഇത് ബുള്ളിഷ് ആണെന്ന് ഫീല് കിട്ടി. അപ്പം ഞാൻ എടുക്കുന്ന ട്രേഡ് ഇപ്പം റിലയൻസ് ബുള്ളിഷാണ്. ഞാൻ 1380 രൂപയുടെ പുട്ട് വിൽക്കും. ഇത് ചെയ്യരുത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഞാനിത് ചെയ്ത് കൊണ്ടും കൊടുത്തും പരിചയമുള്ള പോലെ എന്ന് പറഞ്ഞതുപോലെ ചെയ്ത് പരിചയപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുക പ്ലീസ് ചെയ്യരുത്. 1380 രൂപയുടെ പുട്ട് വിൽക്കുന്നു, 1340 രൂപയുടെ പുട്ട് മേടിക്കുന്നു. എക്സാമ്പിളാണ്. അല്ലെങ്കിൽ 30 ഡെൽറ്റ പുട്ട് സെല് ചെയ്യുന്നു, 10 ഡെൽറ്റ പുട്ട് മേടിക്കുന്നു ഫോർ എ നെറ്റ് ക്രെഡിറ്റ്. ബിക്കോസ് ഞാൻ ഗസ് ചെയ്യുന്നു റിലയൻസ് മേലോട്ട് പോകും. അപ്പം എനിക്ക് അതിനകത്ത് 5 പ്രോബിലിറ്റി 4 എനിക്ക് ഫേവറാണ്. റിലയൻസ് ഡീപ്പായിട്ട് താഴെ വന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം മന്ത് ഇനീഷ്യൽ സ്റ്റാർട്ട് ഓഫ് ദ മന്ത് 20 രൂപയായിരിക്കും. 20 × 50 500 10,000 rupees ഒരു കോൺട്രാക്റ്റിൽ. ഓക്കെ. ഇനിയാണ് അത് ഞാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഞാനത് മോണിറ്റർ ചെയ്യുന്നു. എങ്ങാനും ട്രേഡിൻ്റെ അഗെയിൻസ്റ്റ് പോയാൽ ഞാൻ ട്രേഡിൻ്റെ മറ്റേ സൈഡ് കയറും. കാൾ സൈഡ് ഞാൻ കയറിയില്ല. അതെങ്ങാനും റിലയൻസ് 1400 കുറഞ്ഞിട്ട് 1390 ആയി.
ഞാൻ 1410 കാള് വിൽക്കും, 1440 കാള് മേടിക്കും. അവിടെ നിന്ന് എനിക്ക് 10 രൂപ കിട്ടി. അപ്പം എൻ്റെ നെറ്റ് ക്രെഡിറ്റ് 20 രൂപയായി. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. അപ്പം ആദ്യത്തെ പുട്ട് ക്രെഡിറ്റ് സ്പ്രെഡ് ഒന്ന് പറയും ടെക്നിക്കലി. രണ്ടാമത്തെ കാൾ ക്രെഡിറ്റ് സ്പ്രെഡ്. ശരി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് സ്ട്രാറ്റജിയായി അയൺ കോണ്ടർ എന്ന് പറയും. അയൺ കോണ്ടർ. അപ്പം ഞാൻ അയൺ കോണ്ടറിലെത്തി. പിന്നെയും ഇതെന്തെങ്കിലും പ്രൈസ് ഗോസ്റ്റ് കാണിക്കുകയാണെന്ന് എനിക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, എനിക്ക് എപ്പോൾ വേണേലും ഞാൻ ഈ 20 രൂപ പ്രോഫിറ്റ് ഇരിക്കുക. 20 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് അല്ല, സോറി, 20 രൂപ എൻ്റെ അടുത്തുണ്ട്. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും കാള് മേടിക്കാം, പുട്ട് മേടിക്കാം, ഒരുപാട് ഓപ്ഷൻസ് എനിക്കുണ്ട്. ഇപ്പം ഈ ഗാമ റിസ്ക് അതങ്ങ് കയറിപ്പോയാൽ ഞാൻ എവിടെയെങ്കിലും അത് കയറി മേടിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ഏറ്റവും നല്ല ഹെഡ്ജിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സാണ്. 20 രൂപ നമ്മൾ ഇരിക്കുന്നു, ആ ഫ്യൂച്ചേഴ്സ് നമുക്ക് മേടിക്കാനോ വിൽക്കാനോ പറ്റും, ഓപ്ഷൻസ് ഹെഡ്ജ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഹെഡ്ജിങ് ടൂളാണ്. ഇപ്പോൾ ഉള്ളൊരു ലൈവ് ഒരു സിറ്റുവേഷൻ പറയും. ഇപ്പം കോൾ ഇന്ത്യ, ഞാൻ ഇതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ഗവൺമെന്റ് കമ്പനീസിൻ്റെ ഒരു ഫാനാണ് കോൾ ഇന്ത്യ, ONGC, NTPC, പവർ ഗ്രിഡ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം മാർജിനാണ്. മാർജിൻ ലിക്വിഡിറ്റി. രണ്ട് കാര്യം. ഈ ഗവൺമെന്റ് കമ്പനീസിന് നോക്കിയാൽ മാർജിൻ വളരെ കുറവാണ്. അപ്പോൾ ഒരു അയൺ കോണ്ടർ സിറ്റുവേഷനിലേക്ക് എത്തിയ ഒരു 60,000 റുപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അയൺ കോണ്ടർ എനിക്ക് എടുക്കാൻ പറ്റും. ONGC, കോൾ ഇന്ത്യ ഇതിനകത്ത്. ഇപ്പോൾ കോൾ ഇന്ത്യയിൽ ഞാൻ എടുത്തപ്പം ഇപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഞാൻ പറയും. ഇപ്പോൾ കോൾ ഇന്ത്യയിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ 390 രൂപ ചെയ്യരുത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ ചെയ്യരുത് പ്ലീസ്. 390 രൂപയുടെ ഏതായിരുന്നു കോൾ ഇന്ത്യയുടെ പ്രൈസ്. ഞാൻ 400 രൂപയുടെ പുട്ട് വിറ്റു. അപ്പം അതിനകത്ത് 2-3 കാര്യമുണ്ട്. ഇത് ഓപ്ഷൻസ് അറിയാം. അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അങ്ങനെയൊക്കെ വരാം സ്ട്രൈക്ക് പ്രൈസ്. അപ്പം ഞാൻ ഇൻ ദ മണി പുട്ട് വിൽക്കുക 400 രൂപയുടെ. 10 രൂപ ഞാൻ ഓൾറെഡി ഞാൻ ലോസ് എടുക്കുക. ലോസ് അല്ല, 10 രൂപ ഡിഫറൻസാണ്. ആ 10 രൂപ എനിക്ക് കിട്ടി. അപ്പം എനിക്കൊരു 15 രൂപ പ്രീമിയം കിട്ടി. 15 രൂപ എനിക്ക് പ്രീമിയം കിട്ടി. ഞാൻ ഇൻ ദ മണി പുട്ട് വിൽക്കുക, 15 രൂപ എനിക്ക് പ്രീമിയം കിട്ടി. ഞാൻ 400 രൂപയുടെ ഒരു കാളും കൂടെ വിറ്റു അതേ ദിവസം, ആ സമയത്ത് തന്നെ. അപ്പം എൻ്റെ അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ റേഞ്ച് ബൗണ്ട് ഒരു ഷെയർസാണ്.